ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യ ഒരു മറുപടി. ഇന്ത്യ എപ്പോഴും മറുപടി കൊടുക്കുമ്പോൾ ഇന്ത്യക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. അപ്പം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയിൽ നിലവിലെ ആക്റ്റീവായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ആ ഒരു എണ്ണം, എത്ര സ്ക്വാഡ്രൺ ഉണ്ട്, എന്താണ് നമ്മളുടെ എയർ കോമ്പാറ്റിന് തയ്യാറായിട്ടുള്ള നമ്മളുടെ ടീം, നമ്മൾ എക്യൂബ്ഡ് ആണോ എന്നുള്ള തരത്തിൽ ആഗോളതരത്തിൽ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം ഇങ്ങനെയൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ, മിലിറ്ററി, എയർഫോഴ്സ്, നേവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ കൃത്യമായിട്ട് 36 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ വർക്കിംഗ് കണ്ടീഷനിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഏതോ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് അടിച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൊടി പോലും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യയുടെ 5, 6, 7 ഫൈറ്റർ ജെറ്റുകളൊക്കെ അടിച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വലിയ രീതിയിൽ ഇവിടെ കൊട്ടി ആഘോഷിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ മിലിറ്ററിക്ക് പല രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. അവർ ആ ഓപ്പറേഷൻ നടത്തുന്നത് വളരെ സീക്രട്ടായിട്ടാണ്. ആർമി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം. ആർമിക്കറിയാം അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഇന്ത്യക്കും അറിയാം അവരെന്താണ് ചെയ്യുന്നുള്ളത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്ത്രപരമായിട്ടുള്ള മൂവാണ് നടത്തിയത്. ആ മൂവ് ഒരിക്കലും പുറം ലോകത്തേക്ക് വിളിച്ച് പറയത്തക്ക രീതിയിലുള്ളൊരു മൂവല്ല. അത് ഇന്ത്യയുടെ സീക്രട്ടാണ്. കാരണം ഇനിയും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ എനിമിയുടെ സൈഡിൽ നിന്നും നമുക്ക് ഇനിയും ഭീഷണികൾ, ത്രെട്ടുകൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം മറ്റൊരു തവണ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ആർമി വന്നിട്ട് എല്ലാവരുടെ തുറന്ന് പറയണം, ഞങ്ങൾ ഇങ്ങനെ പോയി, ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ അറ്റാക്ക് ചെയ്തു, അങ്ങനെയൊന്നും ആർമി പറയില്ല. അങ്ങനെ പറയണം എന്ന് നിർബന്ധം പിടിക്കുന്നത് മണ്ടത്തരമാണ്. പിന്നെ റോയിട്ടേഴ്സ്, ആ പത്രത്തിൻ്റെ റിലയബിലിറ്റി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പല വാർത്തകളും അവരാണ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ റോയിട്ടേഴ്സ് അക്സിയോസ് എന്ന് പറഞ്ഞ മാധ്യമം എന്താണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപടി കോപ്പി ചെയ്ത് പ്രിൻ്റ് അടിക്കുക എന്നുള്ളതാണ് ഇപ്പം റോയിട്ടേഴ്സിൻ്റെ തൊഴിൽ. റോയിട്ടേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നതല്ല, ശരിക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ട്. അത് അതേപടി പകർത്തി എഴുതുക, BBC എഴുതും, CNN എഴുതും, ഇങ്ങനെ പല മാധ്യമങ്ങളും അതേപടി പകർത്തി എഴുതാറുണ്ട്. ഇവിടെ ഇന്ത്യ ടുഡേ ആണ് കൃത്യമായിട്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ 36 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ വർക്കിംഗ് കണ്ടീഷനിൽ ഡോക്യുമെൻറ്റഡ്, അതേപോലെ തന്നെ അത് ഡിസ്പ്ലേഡ്. ഒരു ഫൈറ്റർ ജെറ്റ് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ ഡമ്മി ഫൈറ്റർ ജെറ്റുകൾ അയച്ച് പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ എയർ ഡിഫൻസിൻ്റെ സ്ഥാനങ്ങളൊക്കെ കണ്ടെത്തുക, ഇങ്ങനെയുള്ള പല പ്രവർത്തികളും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ പൊതുജനങ്ങളോട് വിളിച്ച് പറഞ്ഞ് പരസ്യപ്പെടുത്തണമെന്നില്ല. എന്നാലും ഈ 36 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്കുള്ളിൽ റെഡി ടു ബാറ്റിലിന് തയ്യാറായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും റഫേൽ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു എന്ന് ഇപ്പോഴും പ്രചരണം നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി വാദിക്കുന്ന വാർത്താ അവതാരകർ ഇപ്പോഴും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരെ വന്നിട്ട് ഈ റഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് അത് സത്യസന്ധമായ കാര്യമാണെന്ന്, പാകിസ്ഥാനാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴെപ്പോഴും ഈ റിലീജിയസ് ക്ലെയിം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വാർത്ത പറയുമ്പോഴത്തേക്കും മതം നോക്കാതെയാണ് പറയുന്നത്. എനിക്ക് ഒരു മതത്തിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അത് നോൺ റിലീജിയസ് ബേസിസിലാണ് ഞാൻ ഇരുന്ന് വാർത്ത പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഇറാനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. എന്താണ് നടക്കുന്നത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഇന്ത്യയും ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇറാൻ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അഫ്കോഴ്സ് റഷ്യയും ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇറാനെ നമ്മൾ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇറാൻ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന രാജ്യം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ ഈ റഫേൽ ഫൈറ്റർ ജെറ്റ് അടിച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇന്ത്യ ഇവിടെ വെച്ച് ഈ ഒറ്റ ഡിസ്പ്ലേയിൽ എടുത്തു മാറ്റിയിരിക്കുകയാണ്, ദൂരെ കളഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് വൺസ് അഗൈൻ ഇന്ത്യക്കെതിരെ ഭീഷണി. പാകിസ്ഥാന് യുദ്ധം ചെയ്യേണ്ടി വരും, വെള്ളത്തിന് വേണ്ടി ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ള ഭീഷണിയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. വന്ന് നോക്കൂ, അതേ നമുക്ക് പറയാനുള്ളൂ. ഓൾറെഡി 1971 ഏതാണ്ട് 93,000 പാക് സോൾജേഴ്സിനെ നമ്മൾ പാൻറ്റൊക്കെ ഊരിയിട്ട് ജെട്ടിയോടുകൂടി യുവമാരെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഈ 93,000 പേർക്ക് വേണ്ടിയിട്ടാണ് അന്ന് പാക് ആർമി ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയത്. ഇത് കള്ളമല്ല, സത്യസന്ധമായിട്ട് നമ്മൾ അവരുടെ പാൻസ് എല്ലാം ഊരിയിട്ട് അവരെ ജെട്ടിയോടുകൂടിയാണ് കൈമാറിയത്. ഇത് ചരിത്രമാണ്. ഇനിയും വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ബലൂചിസ്ഥാൻ നിർമ്മിക്കാനാവും, അതുപോലെ തന്നെ ഒരു ഖൈബർ പഖ്തൂൺവ നിർമ്മിക്കാനാവും. ആ കപ്പാസിറ്റി ഇനിയും ഇന്ത്യക്കുണ്ട്. അത് മറക്കാതിരിക്കുന്നത് നല്ലത്.
ഇവർക്ക് ഒളിപ്പോര് നടത്താൻ മാത്രമേ അറിയാവൂ, തീവ്രവാദം നടത്താൻ മാത്രം അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയില്ല. ഇല്ലാത്ത ഒരു ടെക്നോളജി പോലും അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള ഒരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. ചൈനയാണ് പാകിസ്ഥാനെ നയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ അടിമ. അതാണ് യഥാർത്ഥം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് ഒരു കുരുട്ടുബുദ്ധി വേറെ ഒന്നുമല്ല. ഈ JD വാൻസ് പറഞ്ഞിരിക്കുകയാണ്, ഉക്രൈൻ റഷ്യ ബോർഡറിൽ UN പീസ് കീപ്പിംഗ് മിഷനെ നമ്മൾ കൊണ്ടു നിർത്തണം. അപ്പോൾ അതിലൂടെ ഒരു സമാധാന ചർച്ച റെഡിയായി വരും. അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഒരു സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാൻ അത് നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ള തരത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ നീ UN പീസ് കീപ്പിംഗ് മിഷനൊക്കെ അവിടെ കൊണ്ടുവിട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൽ പ്രത്യേകിച്ച് JD വാൻസ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സോൾജേഴ്സിനെ നമുക്ക് പീസ് കീപ്പിംഗ് മിഷനിൽ റഷ്യ ഉക്രൈൻ ബോർഡറിൽ ഡിപ്ലോയ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇല്ല, ഇന്ത്യയും സൗദി അറേബ്യയുടെയും ടീം മാത്രമേ ഉള്ളൂ ഈ പീസ് കീപ്പിംഗ് മിഷനിൽ. പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫോറമാണ്. UN ഏജൻസി നടത്തുന്ന ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സാണ്. അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് എടുത്ത് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെയും സോൾജേഴ്സിനെ അവിടെ വിട്ടു കഴിഞ്ഞാൽ റഷ്യ ഓക്കെ പറഞ്ഞിരിക്കുമെന്നാണോ? ഇത്തരത്തിലുള്ള കുരുട്ട് ബുദ്ധികൾ, ഈ ട്രംപിനെ ഉപദേശിക്കത്തക്ക രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരാണ് പ്രധാനപ്പെട്ട പ്രശ്നക്കാർ. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഞാൻ ഈ വിഷയം എടുത്ത് പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതായത് അമേരിക്കയ്ക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യാം എന്നുള്ള രീതിയാണ് അവരുടേത്. പല എക്സ്പ്ലനേഷൻസും ഇതിന് JD വാൻസിന് കൊടുക്കാനുണ്ടാവും. ഇന്ത്യ റഷ്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ്, സോ അവർ ഇന്ത്യൻ സോൾജേഴ്സിനെ ട്രസ്റ്റ് ചെയ്യും, ബീട്രേ ചെയ്യില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇന്ത്യയും റഷ്യയും സുഹൃത്തുക്കളാണെങ്കിലും ഇന്ത്യയുടെ ഫോഴ്സ് എന്തിനാണ് അവിടെ പോകുന്നത്? നാറ്റോയുടെ ഫോഴ്സ് ഉണ്ടല്ലോ, നാറ്റോയുടെ ഫോഴ്സിനെ കൊണ്ട് നിർത്തൂ. എന്നിട്ട് നാറ്റോയും ഉക്രൈനും റഷ്യയും തമ്മിൽ അവിടെ കിടന്ന് അടികൂടട്ടെ. ഇന്ത്യക്ക് എന്തിനാണ് ഇപ്പം ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യം? അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ട്രേഡ് ഡീൽ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് ജെയ്മീസൺ ഗ്രീർ ഈ ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ US ഒഫീഷ്യൽ ബെഥാനി മോറിസൺ, ഈ ലേഡി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീൽ വെരി 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 ക്ലോസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് പ്രൊപ്പോസ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ സെർജിയോ ഗോർ എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു എൻവോയ് ഇന്ത്യയിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്ന വിഷയങ്ങളാണ്. ഇത് പുള്ളിക്കാരൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, ആ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ട്രംപിൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ പോസിറ്റീവ് ആണെങ്കിൽ അങ്ങേയറ്റം പോസിറ്റീവ് ആവാനും, നെഗറ്റീവ് ആകാനാണെന്നുണ്ടെങ്കിൽ അങ്ങറ്റം നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എല്ലാ അനലിസ്റ്റുകളും ഇയാളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇയാൾ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ സെർജിയോ ഗോറിൻ്റെ സാന്നിധ്യം വളരെയധികം സഹായകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസം കൊണ്ട് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ടോപ്പ് ലെവലിൽ തന്നെയാണ്. അതങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ട്രംപ് ഇന്ത്യ വിസിറ്റ് ചെയ്യും. അമേരിക്കയുടെ ഫ്രീഡം 250 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അമേരിക്കയിലെ ഒരു ഡെമോക്രസി നിലവിൽ വന്നിട്ട് 250 വർഷങ്ങളായി. അമേരിക്കയ്ക്ക് ഫ്രീഡം കിട്ടിയിട്ട് 250 വർഷമായി. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ഹൈദരാബാദിൽ, ഇന്ത്യയിൽ ഹൈദരാബാദിൽ വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഹൈദരാബാദിലാണ് US-ൻ്റെ വലിയൊരു എംബസി ഉള്ളത്. പുതുതായിട്ട് പണിതാണിത്. അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറാണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത്. മിസ് ബെത്തനി മോറിസൺ പറഞ്ഞിരിക്കുന്നത് 2025 മാത്രം ഇന്ത്യ ഏതാണ്ട് $149 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് അമേരിക്കയുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2024 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 20 ബില്യൺ അധികമാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് കച്ചവടം നടത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 2026 ഇന്ത്യ അമേരിക്ക ട്രേഡ് അത്ര എഫക്റ്റീവായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 2030 ഇന്ത്യയും അമേരിക്കയും ഓൾറെഡി തന്നെ സംസാരിച്ച് ധാരണയിൽ എത്തിയത് പ്രകാരം 500 ബില്യൺ ട്രേഡിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് സാധിക്കുമായിരിക്കാം. പുള്ളിക്കാരിയാണ് ഈ ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് പ്രഖ്യാപിക്കുന്ന ലെവലിൽ എത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അതേപോലെ US-ൻ്റെ എക്സ്പോർട്ട് അഥവാ ഇന്ത്യയുടെ ഇമ്പോർട്ട്, US ഇമ്പോർട്ട് ഇറക്കുമതി 9.8% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും പുള്ളിക്കാരി സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇതൊരു ഗുഡ് സൈനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. സോ ഡീല് സൈൻ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ അമേരിക്കയിലുള്ള ലോ മേക്കേഴ്സ്, MP-മാർ
അവർ പാർലമെൻറ്റേറിയൻസ് അവർ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീൽ പ്രശ്നം ഏത് വിധേനയും പരിഹരിക്കണം, എത്രയും വേഗം പരിഹരിക്കണം എന്നാണ് പറയുന്നത്. ഒരു രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഒരു ഉലച്ചിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കൻ ലോ മേക്കേഴ്സിൻ്റെ നിർദ്ദേശം. ട്രംപിൻ്റെ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാർ റൈറ്റ് അത് വീണ്ടും അമേരിക്കയുടെ ഉള്ളിൽ സെനറ്റിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ട്രംപിന് അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വാർ നടത്താനുള്ള റൈറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അമേരിക്കൻ സെനറ്റിൻ്റെ തീരുമാനം. അതിനെതിരെ ട്രംപ് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറാനെ ഞാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ആനയാക്കി ചേനയാക്കി അവരെ അടിച്ച് തറ പറ്റിച്ചു, എന്നിട്ടും ചിലർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ട്രംപ് ചിന്തിക്കുന്നതും അങ്ങനെയാണ് ട്രംപ് എഴുതുന്നതും. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സെനറ്റിൽ വോട്ടാണ് പ്രാധാന്യം. അപ്പോൾ വോട്ട് മറിച്ചെങ്കിലും ഓക്കെ ആയിരിക്കും. വോട്ട് മറിക്കാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യമാണ്. കാരണം റിപ്പബ്ലിക്കൻസ് തന്നെയാണ് പലപ്പോഴും ട്രംപിനെതിരെ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഞാൻ ഇന്നലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിക്സ് മീറ്റിങ്ങിൽ ഇന്ത്യ, UAE, ഇറാൻ 3 രാജ്യങ്ങളും തമ്മിൽ ഭയങ്കര തർക്കമായിരുന്നു. ആ തർക്കത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇറാനെതിരെ പറയുന്നു എന്നുള്ള രീതിയിൽ പലരും ഇറാനെതിരെ പറയുന്നു എന്നുള്ള രീതിയിൽ 1-2 ആൾക്കാർ ഭയങ്കര ഇറാനെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ അങ്ങനെ വേദനിച്ച സുഹൃത്തുക്കൾ അവരെന്തൊക്കെയോ കമൻറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രിക്സിൻ്റെ ആ സിറ്റുവേഷൻ എക്സാക്ട്ലി മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഈ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഇറാൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ ഇന്ത്യയിലേക്ക് അയച്ചു വെച്ചു. അയാളുടെ പേരാണ് നിസാമി പോർ. ഈ നിസാമി പോറാണ് ഇറാനെ പ്രതിനിധീകരിച്ച് ബ്രിക്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നത്. അവിടെ അജിത് ഡോവൽ ഉണ്ടായിരുന്നു, UAEയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, ഈ നസിമി പോറും ഉണ്ടായിരുന്നു, ഇറാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. ഇപ്പോൾ ഇറാൻ പറഞ്ഞത് UAE അവരുടെ രാജ്യത്തിൽ നിന്നും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സയനിസ്റ്റ് റെജീമിന് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഈ സയനിസ്റ്റ് റെജീം ഒന്നും ബ്രിക്സിന് അതൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഇവിടെ ബ്രിക്സ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സയനിസ്റ്റ് റെജീം, IRGC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രിക്സ് അത് ഏറ്റെടുക്കില്ല. ബ്രിക്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ ഭരിക്കുന്ന ആരാണ്? ഇറാൻ്റെ ഭരണകൂടം, മസൂദ് പെസസ്ക്യാൻ പ്രസിഡന്റ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിന് ആ ലാംഗ്വേജ് സൂട്ടബിൾ ആവുള്ളൂ. ഇവിടെ വന്നിട്ട് ഇറാൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സയനിസ്റ്റ് ഗീനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ ആ വേലയൊന്നും ഇവിടെ നടക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അവരുടെ രാജ്യത്തിനുള്ളിൽ IRGCയെ അനുകൂലിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അത് സയനിസ്റ്റ് റെജീം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഹാപ്പി ആവും. ഗാസയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവും. ഹമാസ്, ഹെസ്ബുള്ള അവരൊക്കെ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിഫൻസ് പാർട്ണറാണ് ഇസ്രായേൽ. പാകിസ്ഥാൻ്റെ സൈഡിലായിക്കോട്ടെ, ചൈനയുടെ സൈഡിലായിക്കോട്ടെ, അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ സൈഡിലായിക്കോട്ടെ, ഈ ബോർഡർ സർവൈലൻസ് കാര്യങ്ങളായിക്കോട്ടെ, ഇന്ത്യയുടെ കംപ്ലീറ്റ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇവിടെ വന്നിട്ട് സയനിസ്റ്റ് റെജീം അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല കിണ്ണം കാച്ചിയ മറുപടി ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കിട്ടി, അതേപോലെ UAEയുടെ സൈഡിൽ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ആ ബ്രിക്സിൽ നടന്ന ആ കൺഫ്രണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ ഈ ബ്രിക്സ് സെക്യൂരിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും കണ്ടൊന്ന് സംസാരിച്ചു. ഇപ്പോൾ ആ എൻറ്റയർ ടീം ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ മടങ്ങുന്നവർക്ക് മടങ്ങാം. സെക്യൂരിറ്റി മീറ്റിംഗ് കഴിഞ്ഞു. ഇനി ടെക്നോളജി പരമായിട്ട് ISROയെ ഈ ഗ്യാപ്പിൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ISROയുടെ നമ്മളുടെ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജി നമ്മളുടെ അടുത്ത് എന്താണോ, ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണോ അത് കൃത്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മുടെ ഗവൺമെൻറ് പാഴാക്കാറില്ല. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ബ്രിക്സ് മെമ്പേഴ്സ്, അതായത് ബാംഗ്ലൂരിലേക്ക് ബ്രിക്സിൻ്റെ ടെക്നോളജി പരമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ബ്രിക്സിൽ പങ്കെടുക്കാൻ വന്ന കുറേ ആൾക്കാർ ഇപ്പോൾ അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ റഷ്യയുടെ റോസ്കോസ്മോസ് എന്ന് പറഞ്ഞ ആ സ്ഥാപനവും ISROയുമായിട്ട് ചേർന്ന് അവിടെ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് ISROയുടെ പ്രോജക്റ്റുകൾ, ഭാവി പരിപാടികൾ എന്തെല്ലാം ISROയെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, ബ്രിക്സിൽ മെമ്പേഴ്സായിട്ടുള്ള അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ ഇല്ലാത്ത രാജ്യങ്ങൾ അവർക്കൊക്കെ ISROയെ കൊണ്ട് ഏതൊക്കെ തരത്തിൽ സാറ്റലൈറ്റുകൾ വിക്ഷേപണം നടത്താൻ സാധിക്കും, ഏതെല്ലാം തരത്തിൽ നമുക്ക് അവരുടെ ക്ലൈമറ്റ് നിരീക്ഷണം, അവരുടെ ലൊക്കേഷൻസ്, അതേപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പല ആവശ്യങ്ങൾക്കും അവരവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സാറ്റലൈറ്റുകൾ നമുക്ക് അയക്കാൻ സാധിക്കും, ചീപ്പർ കോസ്റ്റിൽ തന്നെ അയക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് മീറ്റിംഗ് 25-ാം തീയതി വരെ ഈ മീറ്റിംഗ് നടക്കും ISROയിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ്റെ പ്രതിനിധി PM മോദിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കൺഫ്രണ്ടേഷനൊക്കെ ഒരു സൈഡിൽ നടന്നാലും ഇന്ത്യയുടെ താല്പര്യം സുതാര്യമാണ്. അത് ഒരു കാലത്തും അങ്ങനെ ബെൻഡാവില്ല. ഇന്ത്യക്കൊരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്. അതനുസരിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അത് തീരുമാനിക്കാൻ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി തീരുമാനിക്കാൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. അത് ഏത് രാജ്യമായാലും, ഈവൻ ഇസ്രായേൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറാൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു രാജ്യമായിക്കോട്ടെ, മറ്റു രാജ്യങ്ങളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയും ഇന്ത്യ അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മസൂദ് പെസസ്ക്യാൻ്റെ ഇൻവിറ്റേഷനാണ് മോദിക്ക് കൈമാറിയത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ
ആയത്തുൽ അലി ഖമനയുടെ ബരിയൽ സെറമണിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് ഇന്ത്യയുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ ഒരു വ്യക്തി എന്തായാലും പോകും. അതൊരു സാമാന്യ മര്യാദയാണ്. വിളിച്ചാൽ നമ്മൾ പോകണമല്ലോ. അല്ലാതെ പ്രൈം മിനിസ്റ്റർ അതിൽ പോയി പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, ലെറ്റ് us see. ഖത്തർ അമീർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ടെലിഫോണിൽ വിളിച്ചിട്ട് റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിൽ മരണപ്പെട്ട 12 ഇന്ത്യക്കാരുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോളൻസ് അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഓൾറെഡി പൂട്ടിക്കിടന്നൊരു സ്ഥലമാണ്. അത് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻസ് നടത്തണമായിരുന്നു. കാരണം ഗ്യാസ് ആണല്ലോ, എന്തും സംഭവിക്കാം. ചെറിയ ടെക്നിക്കൽ ഫോൾട്ട് മതി, അപ്പോഴത് പൊട്ടിപ്പാളിസാവും. എനിവേ, ഖത്തർ ഇന്ത്യയെ വിളിച്ച് കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയിൽ നിന്നും M77 ഹോവിറ്റ്സർ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. $230 മില്യൺ പദ്ധതിയാണിത്. $230 മില്യൺ പദ്ധതി. ഡീൽ എന്തായാലും ഒപ്പുവെച്ചിട്ടുണ്ട്. അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.